ആർച്ചേ അടുത്ത് വരൂ. ശത്രു സൈന്യം പാളയം വളഞ്ഞു കഴിഞ്ഞു. അതിന് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പാളയം വളഞ്ഞെങ്കിൽ നമുക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒളിച്ചിരിക്കാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ഈ കല്യാണം കഴിക്കാൻ പോണ പെണ്ണെന്ന് പറഞ്ഞ് നാട്ടുകാരടി മൊത്തം നമ്മളുള്ളൂ. അത് കുഴപ്പമില്ല, തട്ടിക്കയറുമ്പോ അവളെ മട്ട് മാറിക്കോളാം. തട്ടുകയറിയില്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് നാട്ടുകാരെ മട്ടുമാണ്. നിനക്ക് 2 വേഷം ഉണ്ടാകുന്നു. 2 വേഷം ഉണ്ട്. എന്റെ വാൾപ്പേറ്റ് നിനക്കറിയാം. ആദ്യം അത് പഠിക്കാൻ നോക്ക്. അവളെ ഞാൻ പഠിപ്പിച്ചോളാം. അത് തന്നെ. എന്റെ വാളെവിടെ? എന്റെ വാളെവിടെ? ഈ ട്രൂപ്പിൽ എനിക്കൊരു വാളില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ നിർത്തുവാടേ, ഈ കോപ്പ് നിർത്തുക. മടുത്ത് കറക്റ്റ് ചെയ്യാം. ഇതെന്താ ഇത്? എല്ലാരും കൂടി ഞാൻ ഒരുത്തനെ ഉള്ളു. അല്ല, വാൾപ്പേറ്റ് നോക്ക്. എന്റെ വാള് കിട്ടിയാൽ ഞാൻ ചെയ്യാം. വാള് വെച്ച് വിടറാ അവന്. എന്തൊരു വാളെന്ന് കിടന്ന് പിടിക്കുന്നതാ? എനിക്ക് വേണ്ട ഇത്. ഒരു വാള് കൊണ്ട് 58 ആളും ഉണ്ട്. എന്താ സമിതി ആക്ഷേപിക്കരുത്? യുദ്ധത്തിന് പോണോ? യുദ്ധം. ആശാനെ, അവൻ വാളെടുത്ത്. ആശാൻ നോക്കി നോക്കിയതാ. വാളെടുക്ക്. വാളെടുക്കാൻ വാളെടുത്തോണ്ട് വാ. എന്തിന്? അംഗം വെട്ട് നോക്ക്. അവന്റെ ടൈമിങ് നോക്കണം. അത് പറഞ്ഞാ പോലെ. സൂപ്പർ ആയിരിക്കും. അയ്യോ, അതെന്നാ ഇതെന്നാ പരിപാടിയാണ് ഇത്? എന്റെ വാളെന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു? അവന്റെ വാള് കണ്ട് നേരെ നിൽക്കുന്നു. എന്താണ് എന്റെ വളവ് ഇങ്ങനെ? നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേട് പറയില്ലേ? മെയിൻ രാജാവിന്റെ വാള് വളഞ്ഞിരിക്കുന്നു. അവന് ഇതെങ്ങനെ സംഭവിച്ചാടാ? ഇന്നലെ ക്യാമ്പിൽ മഴ പെയ്തില്ലേ? മഴ പെയ്തു. അപ്പൊ ടാർപ്പേർ ഇടയിൽ കൂടെ വെള്ളം ഇറങ്ങി വാളിൽ വീണ് വാള് വളഞ്ഞു പോയതാണ്. ഇതൊക്കെ സൂക്ഷിക്കണ്ടേത്, സൂക്ഷിക്കണ്ടേത്. സൂക്ഷിക്കാം. ആശാൻ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേറെ വാളുണ്ടാക്കാം. രാജന് പേടിയുണ്ടോ? യുവരക്തം വന്ന് വെല്ലുവിളിക്കുമ്പോൾ രാജന്റെ കാല് വിറയ്ക്കുന്നുണ്ട്. എന്തിനാ സാർ എന്നെ അടിച്ചത്? സോറി ഒരല്പസമയം എന്റെ റിലേ വിട്ടുപോയി. അതായത് തെറ്റാതെ ആര് ഡയലോഗ് പറഞ്ഞാലും എനിക്ക് കോംപ്ലക്സ് അടിക്കും. അങ്ങനെ ശീലമായി പോയതാ. സോറി. മൈ മിസ്റ്റേക്ക്.